ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് ഹോർലിക്സും പഴവും യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളി ഷേക്ക് റെഡിയാക്കി എടുക്കാം. ആദ്യം ഞാൻ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 3 പഴം എടുത്തിട്ടുണ്ട്. അപ്പം ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത പഴം യൂസ് ചെയ്തിട്ട് ഷേക്ക് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൺ കൂടി ഓൾന്നും കൂടിയൊക്കെ എനേബിൾ ചെയ്യുക. എന്നാലും ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിലൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂണോളം ഹോർലിക്സും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഹോർലിക്സിന് പകരം ബൂസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഹോർലിക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേക്കിന് ആ ഒരു വൈറ്റ് കളർ തന്നെ ഉണ്ടാവും. ബൂസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷേക്കിൻ്റെ കളർ ഒരു ചോക്ലേറ്റ് കളറിലേക്ക് മാറും. നിങ്ങൾക്ക് എത്രയാണോ ഹോർലിക്സിൻ്റെ ടേസ്റ്റ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ നന്നായിട്ട് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഐസ്ക്രീംസും അതുപോലെ തന്നെ ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൂടെ വെച്ച് ഞാൻ ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ബദാമും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും വെച്ച് ഒന്നും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.